മൂസാ നബി അലൈഹി ഇസ്ലാം തൂർസിനയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു പ്രായക്കാരനായ ഒരാൾ മൂസാ നബിയെ കണ്ടുമുട്ടി ചോദിച്ചു, അല്ല മൂസാ നബിയെ, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഞാൻ തൂർസിനയിലേക്കാണ് പോകുന്നത്. എന്നാൽ അള്ളാഹുമായി സംസാരിക്കാനല്ലേ പോകുന്നത്, എൻ്റെ കാര്യം ഒന്ന് അള്ളാഹുവിനോട് പറഞ്ഞു എന്ന്. ഓക്കെ, ഞാൻ പറയാമെന്ന് പറഞ്ഞു. മൂസാ നബി അലൈഹി ഇസ്ലാം തൂർസിനയിൽ പോയി അള്ളാഹുമായി സംസാരിച്ചു. അള്ളാഹുവിൻ്റെ സംസാരം കേൾക്കുന്ന ലഹരിയിൽ തിരിച്ചു വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാക്ക് പറയാൻ, അഥവാ ഇദ്ദേഹത്തിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. അള്ളാഹു താല ചോദിച്ചു, നിങ്ങൾ വരുന്ന സമയത്ത് ആരെങ്കിലും നിങ്ങളെ കണ്ടുമുട്ടിയിട്ടുണ്ടോ? അപ്പോഴാണ് മൂസാ നബിക്ക് ഓർമ്മയായത്, അള്ളാഹുവേ, ഒരു പ്രായക്കാരൻ കണ്ടുമുട്ടിയിട്ടുണ്ട്, നിന്നോട് അദ്ദേഹത്തിൻ്റെ കാര്യം ഓർമ്മിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു താല പറഞ്ഞു, എന്നാൽ അദ്ദേഹത്തിന് 3 ചോദ്യത്തിന് അവസരം തരാം എന്ന് നിങ്ങൾ അദ്ദേഹത്തോട് പറയുക. മൂസാ നബി അലൈഹി ഇസ്ലാം തിരിച്ചു വരുന്ന സമയത്ത് അവിടെ വെച്ച് അദ്ദേഹം കാത്തു നിൽക്കുകയാണ്. അപ്പോൾ മൂസാ നബി ഇസ്ലാം പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് 3 ഓഫർ നൽകിയിട്ടുണ്ട്, 3 ചോദ്യത്തിന് ഉത്തരം നൽകാമെന്ന്, എന്ത് നിങ്ങൾക്ക് ചോദിക്കാം അതിൽ. അപ്പോൾ ആ പ്രായക്കാരൻ ചിന്തിക്കുകയാണ്, എന്താണ് ചോദിക്കേണ്ടത് ഇങ്ങനെ ചിന്തിച്ച് അവസാനം അദ്ദേഹം ചിന്തിച്ചു, എനിക്ക് 90 വയസ്സ് പ്രായമാണെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് അതിനോടടുത്ത വയസ്സാണല്ലോ, കിളവിയാണ്, പല്ലെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ എനിക്ക് സുമുഖിയും സുന്ദരിയുമായ ഒരു 17കാരിയായ ഒരു പെണ്ണായി എൻ്റെ ഭാര്യയെ മാറ്റാൻ വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ചോദിക്കട്ടെ എന്ന് ചിന്തിച്ചു. അത് ചോദിച്ചു, അള്ളാഹു അത് നൽകി. അള്ളാഹുവിൻ്റെ വാഗ്ദത്വമാണല്ലോ. അങ്ങനെ ആകുമ്പോൾ പെണ്ണ് 17കാരിയാണ്, ഭർത്താവ് 90-99 വയസ്സാണ്. അപ്പോൾ ഈ കിളവനെ കാണുമ്പോൾ ഈ പെണ്ണിന് ഇഷ്ടപ്പെട്ടില്ല. പെണ്ണ് പറഞ്ഞു, ഞാൻ നിങ്ങളെ കൂടെ നിൽക്കൂല. ദ്വേഷം കൊണ്ട് പ്രാർത്ഥിച്ചു പോയി, ഈ പെണ്ണിനെ നീ കുരങ്ങാക്കണേ അള്ളാഹ്. അള്ളാഹു പറഞ്ഞാണല്ലോ ചോദ്യത്തിന് മറുപടി നൽകാമെന്ന്. ആ പെണ്ണ് പെട്ടെന്ന് അള്ളാഹു കുരങ്ങാക്കി മാറ്റി. ആ പെണ്ണ് തൻ്റെ ശരീരത്തെ നോക്കി ബേജാറായി തൻ്റെ ഭർത്താവിൻ്റെ കാലിങ്കിൽ വീണ് പറഞ്ഞു, എന്നൊന്ന് രക്ഷപ്പെടുത്തണേ എന്ന് ആവലാതി പറഞ്ഞപ്പോൾ ഭർത്താവിന് വല്ലാതെ വിഷമമായി. അവസാനം പറഞ്ഞു, പടച്ചോനെ, എനിക്കൊന്നും വേണ്ട, ആ മുമ്പത്തെ പ്രായമുള്ള കിളവിയെന്നെ ആക്കി താറബേ. അള്ളാഹു താല അങ്ങനെ ആക്കി കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഈ 3 ചോദ്യം ഇദ്ദേഹം ചോദിച്ചത് ദുന്യാവിന് വേണ്ടിയല്ലേ? ദുന്യാവിന് വേണ്ടി മാത്രം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒന്നും ലഭിച്ചില്ല. എന്നാൽ അള്ളാഹു ആ 3 ചോദ്യത്തിന് അവസരം കൊടുത്തപ്പോൾ ആഖിറത്തെക്കുറിച്ച് ചോദിച്ചിരുന്നുവെങ്കിൽ അതും അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു. അതുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കാനുള്ള സന്ദർഭങ്ങളുമുണ്ട്. വെള്ളിയാഴ്ച ഉണ്ട്, അതേപോലെ തന്നെ വെള്ളിയാഴ്ച എന്നത് ഇജാബത്തിൻ്റെ സമയമാണ്. ആ സമയത്തൊക്കെയും റമദാനിൽ കിട്ടുന്ന സമയം, അതേപോലെ യാത്ര പുറപ്പെടുന്ന സമയത്തുള്ള ദുആ, ഇതെല്ലാം കബൂലാക്കുന്ന അള്ളാഹുവിൽ നിന്ന് ഇജാബത്ത് കിട്ടുന്ന സമയമാണ്. ആ സമയത്തെല്ലാം നമ്മൾ ആഖിറത്തിന് വേണ്ടി ചോദിക്കുക. ദുനിയാവിന് വേണ്ടി മാത്രം അതിനെ ബാക്കി വെക്കാതെ ആഖിറത്തിന് ചോദിക്കുക. നമ്മുടെ ചോദ്യങ്ങൾക്കെല്ലാം അള്ളാഹു തആല നൽകുമാറാവട്ടെ.